ദേവാമൃതം. നമസ്കാരം. നമ്മിൽ നിന്ന് അകന്നു പോകുന്ന മൂല്യങ്ങളെ നമ്മിലേക്ക് തിരികെ അടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദേവാമൃതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് വൃശ്ചിക മാസം 15-ാം തീയതി, അതായത് 2016 നവംബർ മാസം 30-ാം തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം 50 നാഴിക തൃക്കേട്ടയും ബാക്കി മൂലവുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ജ്യോതിഷ ലോകത്തെക്കുറിച്ചും ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒട്ടനവധി മന്ത്രങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഉപദേശിച്ചു തരുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഡോക്ടർ കുടമാളവ് ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്: പ്രിയ ശർമാജി, ഞാൻ എറണാകുളത്ത് നിന്നും ഒരു വീട്ടമ്മയാണ്. എൻ്റെ മകൻ്റെ കാര്യം അറിയുവാനാണ്. 1 വയസ്സ് കഴിഞ്ഞപ്പോൾ പനി വന്ന് വലത്തെ കാലിന് സ്വാധീനമില്ലാതായി. അതിനുശേഷം ഷൂ ഇട്ടാലേ നടക്കാൻ പറ്റൂ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞെങ്കിലും അതിൽ വലിയ വിജയം കാണുന്നില്ല. എന്തിനിറങ്ങിയാലും തടസ്സങ്ങൾ മാത്രം. നല്ല വിദ്യാഭ്യാസം, ജോലി, വിവാഹം, നല്ല ജീവിതം എന്നിവയെക്കുറിച്ച് അറിയുവാനാണ്. ഇതോടൊപ്പം ഗ്രഹനില വയ്ക്കുന്നു. നിഷ. കുട്ടിയുടെ ഗ്രഹനില പ്രകാരം ജനിച്ച ലഗ്നത്തിലേക്ക് പാപഗ്രഹമായ ശക്തിയോടുകൂടിയ ചൊവ്വാഗ്രഹത്തിൻ്റെ ദൃഷ്ടി, വിശേഷ ദൃഷ്ടി, പൂർണ്ണദൃഷ്ടി, സാധാരണ ദൃഷ്ടി, കാൽദൃഷ്ടി, അരദൃഷ്ടി, മുക്കാൽ ദൃഷ്ടി, പൂർണ്ണദൃഷ്ടി, വിശേഷ ദൃഷ്ടി. എന്താണ് വിശേഷ ദൃഷ്ടി? വിശേഷിച്ച് ദൃഷ്ടി ചെയ്യുന്നതിനെ വിശേഷ ദൃഷ്ടി എന്ന് പറയുന്നു. 10 കുട്ടികൾ നിന്ന് പന്ത് കളിക്കുന്നു, അവനവൻ്റെ കുട്ടികൾ കളിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നോക്കുന്നു, അതൊരു വിശേഷ ദൃഷ്ടിയാണ്. 10 കുട്ടികളെ ഒരു അധ്യാപിക പഠിപ്പിക്കുന്നു, അവനവൻ്റെ കുട്ടിയും കൂടെ ആ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ വിശേഷിച്ച് ഒരു ദൃഷ്ടി ചെയ്യുന്നു. ഒരു പ്രസ്ഥാനത്തിൽ 10 പേര് ജോലി ചെയ്യുന്ന അവനവൻ്റെ രക്തബന്ധത്തിൽപ്പെട്ടതോ അവനവൻ്റെ വേണ്ടപ്പെട്ട ആളുകളോ ഉണ്ടെങ്കിൽ അവനെ കൂടുതലായിട്ട് പരിഗണിക്കുന്നു. ഒരു ശത്രു നമുക്ക് അയലോക്കത്തുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാൾ പരിപൂർണമായി വീക്ഷിക്കുന്നു. അവരുടെ നീക്കങ്ങൾ എന്താണ്, ഏതെല്ലാം തരത്തിൽ അതിനെ വളർത്താതിരിക്കാം. വളർത്തിയാൽ നമുക്ക് ശല്യമാണ്, നമുക്ക് ഉപദ്രവമാണ്. നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനും കുടുംബത്തിനും പദവിക്കും ഐശ്വര്യത്തിനും ആ ശത്രു നമ്മളെ നാശം ചെയ്യും എന്ന് കരുതിയാൽ ആ ശത്രു വിശേഷിച്ച് നോക്കും നമ്മളെ, അല്ലെങ്കിൽ ആ ശത്രുവിനെ നാം വിശേഷിച്ച് നോക്കാൻ ഇടയാകും. ഇതൊക്കെയാണ് വിശേഷ ദൃഷ്ടി. ചൊവ്വായ്ക്ക് 4-8 രാശികളിലേക്ക് വിശേഷ ദൃഷ്ടി ഉണ്ടെന്നാണ്. 3-10 ശനിക്കും 4-8 ചൊവ്വായ്ക്കും 7-ാം രാശിയിലേക്ക് എല്ലാ ഗ്രഹങ്ങൾക്കും 5-9 രാശികളിലേക്ക് വ്യാഴത്തിനും പരിപൂർണമായ വിശേഷ ദൃഷ്ടി ഉള്ളതുകൊണ്ട് കർക്കിടകത്തിൽ നിൽക്കുന്ന നീചനായ ചൊവ്വ ലഗ്നത്തിലോട്ട് കുട്ടിക്ക് ദൃഷ്ടി ചെയ്യുകയാണ്. അതായത് ഒരു ചൊവ്വാഗ്രഹത്തിൻ്റെ ദോഷം ലഗ്നത്തിലേക്ക് വന്നതുകൊണ്ട് കുട്ടിക്ക് പനി, രക്തസംബന്ധമായിട്ട്, അതായത് ടൈഫോയിഡ് പോലെയുള്ള പനി വന്നിട്ട് പിള്ളവാതം എന്ന് പറയുന്ന രീതിയിലുള്ള വാദമായിരിക്കണം ഈ കാലയിലേക്ക് വന്നിരിക്കുന്നതും പിന്നീട് ചികിത്സിച്ച് ഭേദമായിരിക്കുന്നതും. എന്നാൽ തത്തുല്യമായിട്ട് 1000 ദോഷം ഗുരുഹന്തി, 1000 ദോഷങ്ങളെ സൂര്യകിരണങ്ങളേറ്റ് ഉരുകുന്നത് പോലെ, മഞ്ഞുമല സൂര്യകിരണങ്ങളാൽ ഉരുകുന്ന പോലെ 1000 ദോഷമുണ്ടെങ്കിലും ആ ദോഷങ്ങളെ ഉരുക്കിക്കളയും എന്ന് വ്യാജഗ്രഹം പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് കുട്ടിക്ക് ആയുസ്സും ആരോഗ്യവും കൊടുത്തു. ഗർഭത്താലെ കൊടുത്തു, വളർന്നപ്പോൾ കൊടുത്തു, പനി വന്നപ്പോൾ കൊടുത്തു, ഇനി വിദ്യാഭ്യാസത്തിൽ കൊടുക്കും, ഉദ്യോഗത്തിലും കൊടുക്കും. വന്ന കാലിൻ്റെ അത് എന്നും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണത്. എല്ലാ ചൊവ്വാഴ്ച ദിവസവും അടുത്ത ഭഗവതി ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ യഥാശക്തി പളനിയിലോ വേണ്ട വഴിപാടുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ആരാണ് ദ്രോഹിക്കുന്നവരെ ഒന്ന് പ്രീതിപ്പിച്ച് നിർത്തണം. സഹായിക്കുന്ന ആളെപ്പോഴും സഹായിച്ചുകൊണ്ട് തന്നെയിരിക്കും. അതുകൊണ്ട് ഷഷ്ഠി ദിവസങ്ങളിൽ കുട്ടിക്ക് വേണ്ട മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കാര്യങ്ങൾ മുതലായതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം വിദ്യാഭ്യാസത്തിനും നല്ല ഉദ്യോഗത്തിനും അതുപോലെ ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വച്ചുള്ള നല്ലൊരു കുട്ടിയെ വിവാഹം കഴിക്കുവാനും അതുവഴി മാതാപിതാക്കൾക്ക് എൻജോയ് ചെയ്യുവാനും പരമാവധി ചെയ്യേണ്ടത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ
ഈ കത്തയക്കേണ്ടതും പ്രതിവിധികൾ ചെയ്യേണ്ടതുമായിരുന്നു. സമയം വൈകിയിട്ടും മറ്റുമല്ല. സുബ്രഹ്മണ്യ കവചം എന്ന് പറയുന്ന മഹനീയമായ ഹോമവിധികൾ ഒരു 21 ഡേയ്സ് കുട്ടിയുടെ പേരും നക്ഷത്രവും ചേർക്കുകയും അതുപോലെ തന്നെ മാതൃ പിതൃ കുടുംബ വഴി ഉള്ള പേര് ചേർത്ത് പിതാവിൻ്റെ കുടുംബ വഴിയും കൂടുതൽ പാപദോഷവും മാതൃ കുടുംബ വഴി ദോഷവും കൂടെ ഈ കുട്ടിയെ ബാധിച്ചിരിക്കുന്നു എന്നാണ്. ആ ദോഷങ്ങൾ മാറുവാനായി സുബ്രഹ്മണ്യ കവചം എന്ന് പറയുന്ന ആ കർമാനുഷ്ഠാനങ്ങൾ ഒരു 21 ദിവസം നടത്തി സുബ്രഹ്മണ്യ കവച യന്ത്രം സ്ഥിരമായി ധരിക്കുകയും ഷഷ്ടി ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ഒരു പളനി ദർശനം കുട്ടിയെ കൊണ്ട് നടത്തുകയും ചെയ്യുക. നല്ല വിദ്യാഭ്യാസവും ഉദ്യോഗലബ്ധിയും ഭാവിയും എല്ലാം ഉണ്ടാകും. നല്ല യോഗ നില ഉള്ള കുട്ടിയാണ്. കുട്ടി സ്വന്തം സിദ്ധി വൈഭവത്താൽ ധനമുണ്ടാക്കുവാനും ഒക്കെ ഉള്ള യോഗങ്ങളുണ്ട്. സംഭവിച്ചത് പോയി, ഇനി അത് കൂടുതലായിട്ടൊന്നും ദോഷങ്ങളൊന്നും സംഭവിക്കത്തില്ല. നേരത്തെ തന്നെ കത്തയച്ച് ഇതിൻ്റെ പ്രതിവിധികളൊക്കെ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോഴത്തെ സമയമനുസരിച്ച് കുഴപ്പമൊന്നുമില്ല. ഈ പ്രതിവിധികളൊക്കെ ചെയ്താൽ മതി, കുട്ടി രക്ഷപ്പെടും, ഭാഗ്യവാനാവും. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം